എൻ്റെ ഈ അരയില ചെടി പ്രൂൺ ചെയ്തതിന് ശേഷം ഉള്ള ഒരു റിസൾട്ടാണ് ഈ കാണുന്നത്. നല്ല ബുഷിയായിട്ട് വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ തുമ്പുകൾ വെച്ചിട്ട് ഞാൻ വേര് പിടിപ്പിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലൊരു പോട്ടി മിക്സ് ഒക്കെ തയ്യാറാക്കി എങ്ങനെയാണ് നടുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായി ഒന്ന് കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് അതൊന്ന് നല്ലൊരു പോട്ടിലേക്ക് മാറ്റി നടാം. ഞാനിവിടെ പോട്ടി മിക്സായിട്ട് എടുത്തിരിക്കുന്നത് മണലെടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ ഗാർഡൻ സോയിൽ അതെടുത്തിട്ടുണ്ട്, ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചകിരിച്ചോറാണ്. ചകിരിച്ചോറ് നമുക്ക് വാങ്ങിയത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നത് എടുക്കാവുന്നതാണ്. വീട്ടിൽ തയ്യാറാക്കുമ്പോൾ അത് കുറച്ച് ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം വെയിലത്ത് ഉണക്കി ഇതേപോലെ കട്ട് ചെയ്തോ അതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് പൊടിച്ചെടുത്തതോ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ ഏതെങ്കിലും ഒരു അളവിന് ഒരു പാത്രം എടുക്കുക. അതിന് 2 കപ്പ് അളവിൽ മണൽ, 1 കപ്പ് അളവിൽ ചാണകപ്പൊടി, 1 കപ്പ് അളവിൽ ഇതേപോലെ ചകിരിച്ചോറ്, ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഈ ഉണങ്ങിയ ചകിരി മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. ഇതേപോലെ ഇടുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇതേപോലെ ചെറിയ പീസസ് ആക്കി ഇടുകയും ചെയ്യാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും അത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ചാണകപ്പൊടി ഇതേപോലെ കട്ടായിട്ടുള്ളത് ഒന്ന് പൊടിച്ചൊന്ന് ഇടുക, എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ പോട്ടിംഗ് മിക്സ്. ഞാൻ ഇങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കതൊന്ന് മാറ്റി വെക്കാം. പിന്നെ ഇതേപോലെ ഒരു പോട്ടെടുക്കുക. അപ്പോൾ ഇത്തിരി വൈഡായിട്ടുള്ള പോട്ടാണെങ്കിൽ അതും ഒന്നുകൂടെ നല്ലതാണ്. എന്നാന്ന് വെച്ചാൽ നമുക്ക് അത്രയും കൂടെ സ്പേസിൽ ചെടി വട്ടത്തിൽ ഇങ്ങനെ നട്ടു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പോട്ടെടുത്തിട്ട് അതിൻ്റെ ഹോൾസൊക്കെ കല്ലോ കട്ടയോ ഒക്കെ വെച്ച് നന്നായിട്ടൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പകുതി അളവിലേ മണ്ണിട്ട് കൊടുക്കാവുള്ളൂ. അതായത് ഫുള്ളോ 1/4 ഭാഗമോ ഒന്നും മണ്ണ് ഇടേണ്ട ആവശ്യമില്ല. ചെടി ഇത്തിരി താന്ന് നിൽക്കണം. എന്നാൽ മാത്രമേ ഇത് വളർന്നു വരുമ്പോൾ ആ പോട്ടിൻ്റെ മേൽ വശത്ത് റൗണ്ടിൽ നമുക്ക് അതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോഴാണ് നല്ല ഭംഗി ഉണ്ടാവുക. അതായത് ഇതിൻ്റെ ഇലകൾ മാത്രം മേളിൽ ഇങ്ങനെ നന്നായിട്ട് വളർന്ന് ഫുൾ കവർ ചെയ്ത് നിൽക്കുമ്പോഴാണ് അത് കാണാൻ ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഇത്തിരി പകുതി അളവിൽ പോട്ടി മിക്സ് ഇട്ടിട്ട് ഇത് സൈഡിൽ നിന്ന് കുറച്ചൊന്ന് നീക്കി ചുറ്റിനും അതൊന്ന് നട്ടു കൊടുക്കുക. ചുറ്റിനും കുറച്ച് സൈഡിൽ കുറച്ച് സ്പേസ് മാത്രം, ഇതേപോലെ മണ്ണിട്ട് കൊടുക്കാൻ മാത്രം സ്പേസ്, ബാക്കി എല്ലാ ഭാഗത്തും ഇതേപോലെ ഈ വേര് പിടിപ്പിച്ച തൈകൾ നട്ടു കൊടുക്കണം. അപ്പോൾ അങ്ങനെയാണ് നടേണ്ടത്. ഒത്തിരി പൊക്കത്തിലായിട്ട് നടല്. അതിൻ്റെ നടുക്ക് പകുതിയെ പോട്ടിംഗ് മിക്സ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മീതെ വേണം ഇത് നട്ടു കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ രീതിയിൽ നട്ടു കൊടുക്കുക. താന്ന് വേണം ചെടി ഇരിക്കാനായിട്ട്. അപ്പോൾ സൈഡിലെല്ലാം മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നനച്ചും കൊടുക്കുക. ഇത്രയും മാത്രമേ ഉള്ളൂ. എന്നിട്ടത് തണലത്ത് വെച്ച് കൊടുക്കുക. കുറച്ച് ദിവസത്തിന് ശേഷം മാത്രം വെയിലത്തോട്ട് എടുത്ത് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഈ രീതിയിൽ ഞാൻ 2 പോട്ടിലായിട്ട് ഇത് നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ തൈകളൊക്കെ ഞാൻ 2 പോട്ടിലായിട്ട് നട്ടിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഒന്ന് കൊടുത്ത് നോക്കുക. അപ്പോൾ വളർന്നു വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് ആ മീതെ നല്ല റൗണ്ടിലിത് വളർന്നു വരും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകില്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.